എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ മാത്സിലൂടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ഷാഹിദ്. ഞാൻ നിങ്ങളുടെ ഫിസിക്സിന്റെ ഫാക്കൾട്ടിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഏകദേശം ഒരു 50% അല്ലെങ്കിൽ ഒരു 25% നിങ്ങളുടെ ഓണം എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്ന മേഖലയാണ്. അപ്പൊ അതിൽ നമുക്ക് ഓണം എക്സാമിന് ചോദിക്കുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അവിടുന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചാപ്റ്റർ പ്രധാനമായിട്ട് രണ്ട് രൂപത്തിലാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യം നിങ്ങൾ കളേഴ്സിനെ കുറിച്ച് പഠിക്കണം, രണ്ടാമതായിട്ട് നിങ്ങൾ കാഴ്ച അല്ലെങ്കിൽ വിഷനെ കുറിച്ച് പഠിക്കണം. ഓട്ടോമാറ്റിക്കലി ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കളേഴ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ ലോകത്ത് പല തരത്തിലുള്ള കളേഴ്സ് ഉണ്ട്. ഏതൊക്കെ ഉണ്ട്? റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് കളേഴ്സ് ഉണ്ട്. പക്ഷെ ഈ കളേഴ്സ് ഒക്കെ ഫിസിക്സിൽ വരുന്ന സമയത്ത് പ്രധാനമായിട്ടും കളറുകളെ തന്നെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അത് ക്ലിയർ ചെയ്യാം. കളറുകളെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കളറിന് വിളിക്കുന്ന പേരാണ് പ്രൈമറി കളർ എങ്കിൽ രണ്ടാമത്തെ കളറിന് വിളിക്കുന്ന പേരാണ് സെക്കൻഡറി കളർ. ഫിസിക്സിൽ പറഞ്ഞു, ഈ പറഞ്ഞ കളേഴ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി. ഒന്ന് പ്രാഥമിക വർണ്ണങ്ങളാണ്, രണ്ട് ദ്വിതീയ വർണ്ണങ്ങളാണ്. അപ്പോ ഈ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം സിംഗിൾ കളേഴ്സ് ഇക്കാരം, അല്ലെങ്കിൽ ഒറ്റ കളേഴ്സ് ഇക്കാരം. എക്സാമിന് ചോദിക്കുന്നത് ആരൊക്കെയാണ് പ്രൈമറി കളേഴ്സ് എന്നാണ്, നന്നായിട്ട് മനസ്സിലായിക്കോളി. ആർ ജി ബി ഈസ് കോൾഡ് പ്രൈമറി കളേഴ്സ്. അതായത് റെഡിനെയും ഗ്രീനിനെയും ബ്ലൂവിനെയും വിളിക്കുന്ന പേരാണ് പ്രൈമറി കളേഴ്സ്. ആർ റെഡ് ആണ്, ജി ഗ്രീൻ ആണ്, ബി ബ്ലൂ ആണ്. ഇനി ഈ RGB മിക്സ് ചെയ്തുണ്ടാക്കുന്ന കളേഴ്സ് ആണ് ഇറ്റ്സ് നോൺ ആസ് സെക്കൻഡറി കളേഴ്സ്. അതായത് പ്രൈമറി കളേഴ്സിനെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന കളേഴ്സ് ആണ് ഇത് സെക്കൻഡറി കളേഴ്സ്. ആ സെക്കൻഡറി കളേഴ്സ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മൂന്നെണ്ണമാണ്. അതിൽ ഒന്നാമത്തെ കളറാണ് മജന്ത, രണ്ടാമത്തെ കളറാണ് സയൻ, മൂന്നാമത്തെ കളറാണ് യെല്ലോ. ഞാൻ പറഞ്ഞു, പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്താലേ എന്തുണ്ടാവുന്നുള്ളൂ? സെക്കൻഡറി കളേഴ്സ് ഉണ്ടാവുന്നുള്ളൂ. ഓട്ടോമാറ്റിക്കലി ഇവിടെ മജന്ത കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്യേണ്ടത് ബ്ലൂവിനെയും റെഡിനെയുമാണ്. അതായത് ബ്ലൂവിനെയും റെഡിനെയും മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കളറാണ് എന്ത്? മജന്ത. അതുപോലെ ബ്ലൂവിനെയും ഗ്രീനിനെയും മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കളേഴ്സ് ആണ് ഏത്? സൈൻ. അതുപോലെ റെഡിനെയും ഗ്രീനിനെയും മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന കളറാണ് ഏത്? യെല്ലോ. ദിസ് ഈസ് ദ ബേസ്, കളേഴ്സിന്റെ ബേസ്. ഞാൻ പറഞ്ഞ കളേഴ്സ് രണ്ട് ടൈപ്പ്, ഇറ്റ്സ് പ്രൈമറി, സെക്കൻഡറി. പ്രാഥമികം, ദ്വിതീയം. പ്രാഥമികം എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാവണം ആരാ? RGB. കേട്ടില്ല? ആരാ? RGB. ആർ റെഡ് ആണ്, ജി ഗ്രീൻ ആണ്, ബി ബ്ലൂ ആണ്. ഇനി പ്രൈമറി കളേഴ്സിനെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന കളറാണ് സെക്കൻഡറി കളർ. ആ സെക്കൻഡറി കളറിൽ ഫസ്റ്റ് വൺ മജന്ത, സെക്കൻഡ് ഏതാ? സൈൻ, മൂന്ന് ഏതാ? യെല്ലോ. ഇനി മജന്ത കിട്ടണമെന്നുണ്ടെങ്കിൽ ആരൊക്കെ മിക്സ് ചെയ്യണം? ബ്ലൂവിനെയും റെഡിനെയും. സൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്ലൂവിനെയും ഗ്രീനിനെയും. ഇനി യെല്ലോ കിട്ടണമെന്നുണ്ടെങ്കിൽ റെഡിനെയും ഗ്രീനിനെയും. ഇനി ഇത് പഠിക്കാനുള്ള എളുപ്പപ്പണി ഞാൻ വേഗം പറഞ്ഞുതരാം. അതായത് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ. പ്രൈമറി ഏതാന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയണം RGB. പക്ഷെ സെക്കൻഡറി ഏതാന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആദ്യമായിട്ട് വരേണ്ട കാര്യം ബർഗർ മെസ്സി എന്നാണ്. അതായത് ആ ബർഗർ അല്ല കേട്ടോ, അത് ഇങ്ങനെയാണ്. ബർഗറിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ BRGR. മറ്റേത് ബർഗറാ, ഇത് ബർഗറാ, ബർഗറാ, BRGR. ഇനി ബർഗർ മെസ്സി ഏത്? ആ മെസ്സി അല്ല കേട്ടോ, ആ മെസ്സി ഇത് മെസ്സിന്റെ സ്പെല്ലിംഗ് ആണ് MACY, മെസ്സി എന്നൊക്കെ പറയാം. അപ്പൊ സെക്കൻഡറി കളർ പഠിക്കാൻ എളുപ്പപ്പണി പറയാൻ പോവാണ്. ഇതിൽ B എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്, R എന്ന് പറഞ്ഞാൽ റെഡ് ആണ്, G എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആണ്, R എന്ന് പറഞ്ഞാൽ റെഡ് ആണ്, MA എന്ന് പറഞ്ഞാൽ മജന്ത, C എന്ന് പറഞ്ഞാൽ സൈൻ, Y എന്ന് പറഞ്ഞാൽ യെല്ലോ. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ബ്ലൂ നിങ്ങൾ രണ്ട് ടൈപ്പിൽ മിക്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് വട്ടങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം ഇവിടെ കാണുന്ന ബ്ലൂവും റെഡും നിങ്ങൾ മിക്സ് ചെയ്യുക. അപ്പൊ ബ്ലൂവിനെയും റെഡിനെയും മിക്സ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആദ്യത്തെ ലെറ്റർ കിട്ടും. അതേതാ? MA എന്ന് പറഞ്ഞാൽ മജന്ത. ഇനി ബ്ലൂ ഞാൻ പറഞ്ഞു രണ്ട് വട്ടങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട്. ബ്ലൂ നിങ്ങൾ റെഡിന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്ലൂ ഇനി ആർക്ക് കൊടുക്കുക? ഗ്രീനിന് കൊടുക്കുക. ബ്ലൂ ഗ്രീനിന് കൊടുക്കുന്ന സമയത്ത് അടുത്ത ലെറ്റർ കിട്ടും C ഏതാ? സൈൻ. ഇനി അവസാനം ഇവിടെ ആരെ മിക്സ് ചെയ്യാനുള്ളൂ? ഗ്രീനും റെഡും. അപ്പൊ ആ ഗ്രീനിനെയും റെഡിനെയും മിക്സ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവസാനത്തെ ലെറ്റർ ആയിട്ടുള്ള Y കിട്ടും. Y ഏതാ? യെല്ലോ. ഞാൻ പറഞ്ഞു, സെക്കൻഡറി കളർ എന്ന് കേട്ട മനസ്സിലുണ്ടാവണം എന്ത്? ബർഗർ മെസ്സി. ബർഗറിന്റെ സ്പെല്ലിംഗ് എന്താ? BRGRMACY. എന്നിട്ട് അതെന്ത് ചെയ്യുക? ബ്ലൂ രണ്ട് ടൈപ്പിൽ മിക്സ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് MA ഇസ് മജന്ത, C ഇസ് സൈൻ ആൻഡ് Y ഇസ് യെല്ലോ. അപ്പോൾ ഈ സെക്കൻഡറി കളേഴ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ബോക്സ്. നമുക്ക് നോക്കാം. യെല്ലോ എന്ന് പറഞ്ഞാല് റെഡും ഗ്രീനും കൂടി ചേർന്നതാണ്. അത് മജന്ത എന്ന് പറഞ്ഞാൽ ബ്ലൂവും റെഡും കൂടി ചേർന്നതാണ്. സൈൻ എന്ന് പറഞ്ഞാൽ ബ്ലൂവും ഗ്രീനും കൂടി ചേർന്നതാണ്. അപ്പൊ ഇത് എങ്ങനെ മിക്സ് ചെയ്യും, ഏത് രൂപത്തിൽ കിട്ടണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു എളുപ്പപ്പണിയാണ് ഇത് ബർഗർ മെസ്സി. അപ്പം ബ്ലൂവും റെഡും മിക്സ് ചെയ്താൽ ഫസ്റ്റ് വൺ MA മജന്ത കിട്ടും. അപ്പൊ മജന്തന്റെ കോമ്പോണന്റ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? ബ്ലൂവും റെഡുമാണ്. ഇനി സൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്ലൂവിനെയും ഗ്രീനിനെയും മിക്സ് ചെയ്യണം. അപ്പൊ ബ്ലൂവും ഗ്രീനും മിക്സ് ചെയ്താൽ ആരെ കിട്ടും?
ഈ പറഞ്ഞ സൈൻ കിട്ടും. അവസാനത്തെ റെഡും ഗ്രീനും മിക്സ് ചെയ്താൽ ആരെ കിട്ടും? വൈ, ദാറ്റ് ഈസ് യെല്ലോ. ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കളർ കൂടെ ഉണ്ട്. ആ കളറിന്റെ പേരാണ് കോംപ്ലിമെന്ററി കളർ. അപ്പൊ എന്താണ് കോംപ്ലിമെന്ററി കളർ എന്ന് അറിയുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പ്രൈമറി കളേഴ്സ് ഒക്കെ നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടാണ് മിക്സ് ചെയ്തത്. അപ്പം ഇത് ഓരോ ടൈപ്പിൽ മിക്സ് ചെയ്ത സമയത്ത് നമുക്ക് യെല്ലോ മജന്ത സൈൻ കിട്ടി. പക്ഷേ ഈ ബ്ലൂവിനെയും റെഡിനെയും അതുപോലെ തന്നെ ഗ്രീനിനെയും ഒരുപോലെ നിങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കളറിന്റെ പേരാണ് വൈറ്റ്. ചുരുക്കി പറഞ്ഞ വൈറ്റും എന്ത് കളറാണ്? സെക്കൻഡറി കളറാണ്. ആ വൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആരൊക്കെ മിക്സ് ചെയ്യണം? ബ്ലൂവിനെയും റെഡിനെയും ഗ്രീനിനെയും മിക്സ് ചെയ്യണം. ഇനിയാണ് എന്താണ് കോംപ്ലിമെന്ററി കളർ എന്ന് പറയാൻ പോകുന്നത്. ഒരു സെക്കൻഡറി കളറിലേക്ക് നിങ്ങൾ ഒരു പ്രൈമറി കളർ ആഡ് ചെയ്താൽ നമുക്ക് അവിടെ വൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് കളർ ഈസ് കോൾഡ് കോംപ്ലിമെന്ററി കളർ. ചിലപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടിയെന്നുണ്ടാവില്ല. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, യെല്ലോ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി കളറാണ്. ആ യെല്ലോയിൽ ആരൊക്കെ ഉണ്ട്? റെഡും ഉണ്ട്, ഗ്രീനും ഉണ്ട്. അതാണ് സെക്കൻഡറി കളർ യെല്ലോ. ആ യെല്ലോയിലേക്ക് ഞാൻ ഇനി ഒരു പ്രൈമറി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഏത് കളർ കിട്ടണം എന്നാ പറഞ്ഞു? വൈറ്റ് കിട്ടണം. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിയാണ്, യെല്ലോയിൽ റെഡും ഉണ്ട്, ഗ്രീനും ഉണ്ട്. ഇനി അവിടെ ആരാ വൈറ്റ് ആവാൻ വേണ്ടി കുറവുള്ള ആള്? ബ്ലൂ ആണ്. അപ്പൊ അതിലേക്ക് ഞാൻ ബ്ലൂ ആഡ് ചെയ്താൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? വൈറ്റ് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഈ യെല്ലോയുടെ കോംപ്ലിമെന്ററി കളർ ഏതാ? ബ്ലൂ. അതുപോലെ നിങ്ങൾ മജന്തയിലേക്ക് വരിക. മജന്ത എന്ന് പറഞ്ഞാൽ ബ്ലൂവും റെഡും കൂടി ചേർന്നതാണ്. അവിടെ ഇനി വൈറ്റ് ആവാൻ കുറവുള്ള ആൾ ആരേ ഉള്ളൂ? ഗ്രീനേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞ മജന്തയുടെ ഈ പറഞ്ഞ കോംപ്ലിമെന്ററി കളർ ആരാ? ഗ്രീൻ ആണ്. ഇനി സൈൻ എന്ന് പറഞ്ഞാൽ ബ്ലൂവും ഗ്രീനും മിക്സ് ചെയ്തതാണ്. അവിടെ ഇനി വൈറ്റ് ആവാൻ വേണ്ടി കുറവുള്ള ആൾ ആര് മാത്രമാണ്? റെഡ് മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ സൈനിന്റെ കോംപ്ലിമെന്ററി കളർ ഏതാണ്? റെഡ് ആണ്. അതായത് ഒരു സെക്കൻഡറിയിലേക്ക് ഒരു പ്രൈമറി നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് കളർ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആൻഡ് ദാറ്റ് കളർ ഈസ് കോൾഡ് കോംപ്ലിമെന്ററി കളർ. അപ്പൊ യെല്ലോയുടെ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ ബ്ലൂവും, മജന്തയുടെ കോംപ്ലിമെന്ററി ഗ്രീനും, സൈനിന്റെ കോംപ്ലിമെന്ററി എന്ന് പറയുന്നത് ആരാ? റെഡും. കോംപ്ലിമെന്ററി കളറിന് വിളിക്കുന്ന പേരാണ് പൂരക വർണ്ണങ്ങൾ. അതായത് ഒരു ദ്വിതീയ വർണ്ണത്തോടു കൂടി നിങ്ങളൊരു വർണ്ണം ചേർക്കുന്ന സമയത്ത് ധവള പ്രകാശം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ പൂരകവർണ്ണം എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മഞ്ഞയുടേത് നീലയും, മജന്തയുടേത് പച്ചയും, അതുപോലെ സൈനിന്റേത് റെഡ് അല്ലെങ്കിൽ ചുവപ്പുമായിരിക്കും. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ എല്ലാ തവണയും എക്സാമിന് മാറി മാറി വരുന്ന ഒരു ചോദ്യമാണ് പ്രിസത്തിന്റെ ചോദ്യം. ഈ പ്രിസത്തിന്റെ ചോദ്യത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമുക്കറിയാം ഈ സണ്ണിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് സൺലൈറ്റ്. ഈ സൂര്യപ്രകാശത്തിന്റെ കളർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ പറയും യെല്ലോ ആണ്, ചില ആളുകൾ പറയും റെഡ് ആണ്. പക്ഷേ ആക്ച്വലി ഈ സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ലൈറ്റ് ആണ് അല്ലെങ്കിൽ ധവളപ്രകാശമാണ്. പിന്നെ ഒരു ചോദ്യമുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് ഇത് റെഡ് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഓറഞ്ച് ആയിട്ട് തോന്നുന്നത് എന്നൊക്കെ ഉള്ളത് അത് ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷേ സൂര്യനിൽ നിന്ന് വരുന്നത് പ്രധാനമായിട്ടും വൈറ്റ് ലൈറ്റ് ആണ്. വൈറ്റ് ലൈറ്റ് ഈസ് കോൾഡ് സൺലൈറ്റ്. ആ വൈറ്റ് ലൈറ്റിന് വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സമന്വിത പ്രകാശം. അപ്പൊ കോമ്പോസിറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സമന്വിത പ്രകാശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം കളേഴ്സിനെ മിക്സ് ചെയ്താൽ കിട്ടുന്ന ലൈറ്റ് ആണ് കോമ്പോസിറ്റ് ലൈറ്റ്. അതായത് ദ ലൈറ്റ് വിച്ച് ഈസ് മെയ്ഡ് ഫ്രം മോർ ദാൻ വൺ കളർ. ഒന്നിലധികം കളേഴ്സുകളെ നിങ്ങൾ മിക്സ് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലൈറ്റ് ഉണ്ട്, ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തിന് വിളിക്കുന്ന പേരാണ് സമന്വിത പ്രകാശം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലൈറ്റ്. ആ കോമ്പോസിറ്റ് ലൈറ്റിന് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ സൺലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വൈറ്റ് ലൈറ്റിൽ ഒന്നിലധികം കളേഴ്സ് ഉണ്ടാവും. പ്രധാനമായിട്ടും വൈറ്റ് ലൈറ്റിൽ അടങ്ങിയിട്ടുള്ളത് 7 കളേഴ്സ് ആണ്. ആ 7 കളേഴ്സ് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് തന്നെയാണ്. മഴവിൽ കളർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് കോൾഡ് വിബ്ജിയോർ. ഈ വിബ്ജിയോർ വൈറ്റ് ലൈറ്റിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ പേരാണ് സർ ഐസക് ന്യൂട്ടൺ. അതായത് ഈ പറഞ്ഞ വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റിൽ പ്രധാനമായിട്ടും 7 കളേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ഐസക് ന്യൂട്ടൺ എങ്കിൽ അദ്ദേഹം പറഞ്ഞു ആ 7 കളേഴ്സിന്റെ പേരാണ് വിബ്ജിയോർ. അതിൽ ആദ്യം വയലറ്റ് ആണ്, പിന്നെ ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിൽ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ 1 വയലറ്റും 2 റെഡും ആണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇങ്ങനെ, വയലറ്റിനെ സംബന്ധിച്ചിടത്തോളം വയലറ്റിന് എപ്പോഴും വേവ് ലെങ്ത് വളരെ കുറവാണ്. പക്ഷെ അത് ഇൻഡിഗോയിലേക്ക് വരുന്ന സമയത്ത് വേവ് ലെങ്ത് കുറച്ചെന്ത് ചെയ്യും? കൂടും. അത് ബ്ലൂയിലേക്ക് വരുമ്പോൾ വേവ് ലെങ്ത് ഒന്നുകൂടെ കൂടും. അങ്ങനെ കൂടി റെഡിലേക്ക് വരുന്ന സമയത്ത് നല്ല വേവ് ലെങ്ത് ഉണ്ടാവും. പറഞ്ഞതിന്റെ അർത്ഥം വിബ്ജിയോർ പ്രകാരം വയലറ്റിന് വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യം വളരെ കുറവാണ്. എന്നാൽ റെഡിനെ സംബന്ധിച്ചിടത്തോളം വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യം എന്താ? വളരെ കൂടുതലാണ്. ഇതാണ് ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു ബേസ്. ഇനി ഞാൻ പ്രിസത്തിലേക്ക് വരാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പ്രിസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രിസത്തിലേക്ക് ലൈറ്റ് വരുന്ന സമയത്ത് അവിടെ മീഡിയം അല്ലെങ്കിൽ മാധ്യമമാണ്. ഓട്ടോമാറ്റിക്കലി ലൈറ്റ് വരുന്നത് എയർ എന്നാണ്. ആ എയറിൽ നിന്ന് ഈ ലൈറ്റ് പ്രിസത്തിലേക്ക് കയറുമ്പോൾ അത് ഗ്ലാസ്സിലേക്കായിട്ട് മാറും. ചുരുക്കി പറഞ്ഞാൽ 9ാം ക്ലാസ്സിൽ പഠിച്ച ബേസാ. മാധ്യമം അല്ലെങ്കിൽ മീഡിയം മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം നടക്കും. ഉണ്ടോ ഇല്ലേ? അപവർത്തനം നടന്നു കഴിഞ്ഞാൽ പോകുന്ന ലൈറ്റിന് ചെറിയൊരു വ്യതിയാനം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചെരിവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബെൻഡിങ് ഉണ്ടാവും.
ഇതാണ് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ബേസിക് കോൺസെപ്റ്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഞാനൊരു പ്രിസം എടുത്തു കഴിഞ്ഞിട്ട് ആ പ്രിസത്തിലേക്ക് ഞാനൊരു ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ലൈറ്റ് ഒരിക്കലും എങ്ങനെ പോകൂല, നേരിട്ട് ആ ലൈറ്റ് പോകൂല. ആ ലൈറ്റിന് ചെറിയൊരു ബെൻഡിങ് ഉണ്ടാവും, ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ആ ലൈറ്റ് പോവുക. ഇവിടെ എക്സാമിന് നിങ്ങൾ അറിയേണ്ട ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു പ്രിസത്തിലേക്ക് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് കയറി ഇറങ്ങി പോകുന്ന സമയത്ത് അത് എപ്പോഴും പോകുന്നത് ഈ പറഞ്ഞ പ്രിസത്തിന്റെ ബേസിലേക്കാണ്. അപ്പൊ പഠിക്കാനുള്ള എളുപ്പപ്പണി എന്താ? ജസ്റ്റ് 1 2 3 ഇങ്ങനെയൊക്കെ ലൈറ്റ് പോവുക. 1 വന്നു, 2 പോയി, 3 ഇറങ്ങി. ആ 3 നേരെ പോണത് എങ്ങോട്ടേക്കായിരിക്കും? പ്രിസത്തിന്റെ ബേസിലേക്കായിരിക്കും. ഇനി സർ ഐസക് ന്യൂട്ടൺ ഈ വൈറ്റ് ലൈറ്റിൽ 7 കളേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചതും ഈ പറഞ്ഞ പ്രിസം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. അദ്ദേഹം പ്രിസം എടുത്തിട്ട് പ്രിസത്തിലേക്ക് ഒരു വൈറ്റ് ലൈറ്റ് അടിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സൺലൈറ്റ്, ഒരു ധവളപ്രകാശം അടിക്കുകയാണ്. അതാണ് പറയുന്നത് സമന്വിത പ്രകാശം. ഈ വൈറ്റ് ലൈറ്റ് അദ്ദേഹം പ്രിസത്തിലേക്ക് അടിച്ച സമയത്ത് പ്രിസത്തിലേക്ക് ലൈറ്റ് കയറുന്നത് വരെ അത് വൈറ്റ് ആണ്. പക്ഷേ പ്രിസത്തിലേക്ക് അത് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഏകദേശം 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ 2 കളേഴ്സ് ഉള്ളു, പക്ഷെ അതിന്റെ ഇടയിൽ ബാക്കി 5 കളേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു വയലറ്റും റെഡും മാത്രം മതി. ഓട്ടോമാറ്റിക്കലി ഒരു പ്രിസം എടുത്തിട്ട് ആ പ്രിസത്തിലേക്ക് ഒരു വൈറ്റ് ലൈറ്റ് അടിച്ച സമയത്ത് പുറത്തേക്ക് വന്നത് 7 കളേഴ്സ് ഉണ്ട്. അതോടുകൂടി അദ്ദേഹത്തിന് മനസ്സിലായി ഈ പറഞ്ഞ വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ധവളപ്രകാശത്തിൽ എത്ര കളേഴ്സ് ഉണ്ട്? 7 കളേഴ്സ് ഉണ്ട്. ഇവിടെ എക്സാമിന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എങ്ങനെയാണ്? ഇവിടെ ഈ 2 ലൈറ്റിൽ ഇതിന്റെ ഇടയിൽ ബാക്കി ഉണ്ട് കേട്ടോ. ഇതിന് എ എന്ന് വിളിക്കും, ഇതിന് ബി എന്ന് വിളിക്കും, ചിലപ്പോൾ തിരിച്ചു മറിച്ചും വിളിക്കും. ഇപ്പോൾ ചോദിക്കും എ എന്ന് പറഞ്ഞാൽ ഏത് കളറാണ്, ബി എന്ന് പറഞ്ഞാൽ ഏത് കളറാണ്? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ബി എന്ന് പറഞ്ഞാൽ എപ്പോഴും റെഡ് ആയിരിക്കും, എ എന്ന് പറഞ്ഞാൽ എപ്പോഴും വയലറ്റ് ആയിരിക്കും. തൊട്ടടുത്ത ചോദ്യം എക്സാമിന് ഉണ്ടാവുക, എന്തുകൊണ്ട് മുകളിൽ റെഡ് വന്നു, താഴെ വി വന്നു, അല്ലെങ്കിൽ വയലറ്റ് വന്നു? അതാ ഞാൻ പറഞ്ഞത്, വയലറ്റിന് എപ്പോഴും വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം കുറവാണ്. വേവ് ലെങ്ത് കുറഞ്ഞോ അവിടെ ഡീവിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം എന്ത് ചെയ്യും? കൂടും. അതായത് നന്നായിട്ട് ചെരിവ് ഉണ്ടാവും. പക്ഷെ റെഡിനെ സംബന്ധിച്ചിടത്തോളം റെഡിന് വേവ് ലെങ്ത് എന്താ? കൂടുതലാണ്, തരംഗ ദൈർഘ്യം നന്നായിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി അവിടെ ഡീവിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം എന്ത് ചെയ്യും? കുറയും. അതായത് കുറച്ച് ചെരിവേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പ്രിസം തന്നെ ആലോചിച്ച് നോക്കുക. ഈ ബി എന്ന് പറഞ്ഞ ലൈറ്റിന് ഇത്ര ചെരിവുള്ളൂ, എന്നാൽ എക്ക് നല്ല ചെരിവുണ്ട്. ആ എക്ക് നല്ല ചെരിവ് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ എക്ക് വ്യതിയാനം അല്ലെങ്കിൽ ഡീവിയേഷൻ കൂടുതലാണ്. ആ ഡീവിയേഷൻ കൂടണമെങ്കിൽ വേവ് ലെങ്ത് എന്ത് ചെയ്യണം? കുറയണം. വേവ് ലെങ്ത് കുറഞ്ഞ കളർ ഏതാ? വയലറ്റ് ആണ്. പക്ഷേ ഈ ബിയെ സംബന്ധിച്ചിടത്തോളം ബിക്ക് ഡീവിയേഷൻ അല്ലെങ്കിൽ ചെരിവ് കുറവാണ്. അത് ചെരിവ് കുറയാനുള്ള കാരണം എന്താ? വേവ് ലെങ്ത് കൂടിയിട്ടാണ്. വേവ് ലെങ്ത് ഏറ്റവും കൂടിയ കളർ ഏതാ? റെഡ് ആണ്. എല്ലാ തവണയും എക്സാമിന്റെ പേപ്പറിൽ മാറി മാറി വരുന്ന ചോദ്യമാണ് ഈ കടന്ന പ്രിസത്തിന്റെ ചോദ്യം. ഓട്ടോമാറ്റിക്കലി എ എന്ന് പറഞ്ഞാൽ വയലറ്റ് ആണ്, ബി എന്ന് പറഞ്ഞാൽ റെഡ് ആണ്. വാട്ട് ഈസ് ദ റീസൺ? വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, സോ ദ ഡീവിയേഷൻ വിൽ ബി മോർ. റെഡിനെ സംബന്ധിച്ചിടത്തോളം റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, സോ ദ ഡീവിയേഷൻ വിൽ ബി ലെസ്. ഇതാണ് ഇതിന്റെ ബേസിക് ആൻസർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. അതായത് ഒരു പ്രിസത്തിലൂടെ ഒരു വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ആ സൺലൈറ്റ് പുറത്തേക്ക് വരുന്ന സമയത്ത് 7 കളേഴ്സ് ആവുണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശത്തിന്റെ പ്രകീർണനം. അതായത് ഇവിടെ എന്താണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ് എ ഫിനോമിനൻ. അതായത് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് കോമ്പോസിറ്റ് ലൈറ്റ്. നമ്മൾ അടിക്കുന്ന കോമ്പോസിറ്റ് ലൈറ്റ് സൺലൈറ്റ് ആണ്. ആ സൺലൈറ്റ് അതിന്റെ കമ്പണന്റ് കളേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്യാണ്. അതിന് വിളിക്കുന്ന പേരാണ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് കോമ്പോസിറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂന്റ് കളേഴ്സ്. അതായത് സമന്വിത പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് എന്ത് ചെയ്യാണ്? വേർതിരിയാണ്. ആ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു താഴെ ഉണ്ടാവുന്നത് വയലറ്റും മുകളിൽ ഉണ്ടാവുന്നത് റെഡും ആയിരിക്കും. കാരണം വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, റെഡിന് വേവ് ലെങ്ത് എന്താണ്? കൂടുതലാണ്. ഇനി ഒരു പ്രിസം എടുത്തിട്ട് നിങ്ങളൊരു സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 7 കളേഴ്സ് ആവും. വീണ്ടും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുകയാണ് ഈ 7 കളേഴ്സിനെ വീണ്ടും നമുക്ക് വൈറ്റ് ആക്കാൻ പറ്റുമോ? യെസ് ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും നമുക്കത് വൈറ്റ് ആക്കാൻ കഴിയും. അത് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതായിട്ട് നിങ്ങൾ ഒരു പ്രിസം കൂടെ എടുക്കുക. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ പ്രിസം നിങ്ങൾ എടുത്തത് ഇറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നിവർന്നതായിട്ടാണെങ്കിൽ രണ്ടാമത്തെ പ്രിസങ്ങൾ എടുക്കേണ്ടത് തലകുത്തനെ, അതായത് ഇൻവേർട്ടഡ് ആയിട്ട് എടുക്കുക. അപ്പൊ രണ്ടാമത്തെ പ്രിസത്തെ നിങ്ങൾ ഏകദേശം ഇൻവേർട്ടഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട എന്താ? ഇവിടുന്ന് ഞാൻ കൊടുക്കുന്നത് സൺലൈറ്റാണ്. നന്നായിട്ട് മനസ്സിലാക്കണേ, ഞാൻ കൊടുക്കുന്നത് സൺലൈറ്റാണ്. ഓട്ടോമാറ്റിക്കലി ഒന്നാമത്തെ പ്രിസത്തിലേക്ക് അത് വരുന്ന സമയത്ത് 7 കളേഴ്സ് ആയിട്ട് മാറും. അതാണ് വിബ്ജിയോർ. പക്ഷേ രണ്ടാമത്തെ പ്രിസത്തിലേക്ക് വരുന്നത് എന്താ? വിബ്ജിയോറ, അല്ലാതെ സൺലൈറ്റ് അല്ല. ഓട്ടോമാറ്റിക്കലി ഈ വിബ്ജിയോർ ഈ പ്രിസത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? സൺലൈറ്റ് ആയിട്ട് മാറും. അതായത് ഒരു പ്രിസം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 7 കളറാവും. ആ 7 കളറിനെ വീണ്ടും വൈറ്റ് അല്ലെങ്കിൽ ധവളപ്രകാശമാക്കാൻ അല്ലെങ്കിൽ സൂര്യപ്രകാശമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ? രണ്ടാമതൊരു പ്രിസം കൂടെ എടുക്കുക. പക്ഷെ അത് നേരെ എടുക്കരുത്. എങ്ങനെ എടുക്കണം? ജസ്റ്റ് ലൈക്ക് ഇൻവേർട്ടഡ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ തലകീഴായിട്ട് എടുക്കുക. ഓട്ടോമാറ്റിക്കലി ഇത് പുറത്തേക്ക് വരുന്ന സമയത്ത് എന്തായിട്ട് മാറും? സൺലൈറ്റ് ആയിട്ട് മാറും. ഇത് വരക്കാനാണ് നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുക. അപ്പൊ കൃത്യമായിട്ട് ഈ ചിത്രം ഒന്ന് എന്ത് ചെയ്യുക? നോക്കിയിട്ട് പോവുക. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് റെയിൻബോ.
ഇപ്പം ഐസക് ന്യൂട്ടൻ പറഞ്ഞു ഈ പ്രിസത്തിലൂടെയാണ് അദ്ദേഹം ഈ മഴവില്ല് കാണിച്ചത്. പക്ഷേ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന മഴവില്ല് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിബ്ജിയോർ എന്ന് പറഞ്ഞ ആകാശത്ത്, ഇങ്ങനെ ആകാശത്ത് ഓൾറെഡി ഈ പറഞ്ഞ റെയിൻബോ അല്ലെങ്കിൽ മഴവില്ല് ഉണ്ടാവുന്നത് എല്ലാവരും ഗ്ലാസ് പ്രിസം അവിടെ വെച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ആകാശത്ത് നമ്മൾ ഈ പറഞ്ഞ മഴവില്ല് കാണുന്നത് ഒന്നെങ്കിൽ മഴ വരുന്നതിന്റെ കുറച്ച് മുന്നേക്കാരം, അല്ലെങ്കിൽ മഴയ്ക്ക് ശേഷേക്കാരം. കാരണം ആ ടൈമിലാണ് ഈ പറഞ്ഞ ആകാശത്ത് എന്തുണ്ടാവുന്നത്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ ജലകണികകളുടെ അംശങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി സൂര്യന് ലൈറ്റ് വരും. സൂര്യന് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ആകാശത്ത് എന്തുണ്ട് എന്നാ പറഞ്ഞു, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്, ജലകണികകളുണ്ട്. അതായത് എയർന്ന ലൈറ്റ് വരുന്നത്, ആ ലൈറ്റ് വന്നിട്ട് ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മീഡിയം മാറുകയാണ്, മാധ്യമം മാറുകയാണ്. മാധ്യമം മാറിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രിസത്തിന്റെ സെയിം കേസ് തന്നെ. അവിടെ സൺലൈറ്റ് അടിച്ച സമയത്ത് പ്രിസത്തിലേക്ക് കയറിയപ്പോ ആയതുപോലെ ഈ വാട്ടർ ഡ്രോപ്ലെറ്റിലേക്കും ലൈറ്റ് വരുന്ന സമയത്ത് എത്രണ്ണായിട്ട് മാറും? 7 കളേഴ്സ് ആയിട്ട് മാറും. ആ 7 കളേഴ്സിൽ താഴെ ഉണ്ടാവുന്നത് ആരേക്കാരം? വയലറ്റ്. മുകളിൽ ഉണ്ടാവുന്നത് ആരേക്കാരം? റെഡ്. കാരണം വേവ് ലെങ്ത്തിന്റെ വ്യത്യാസങ്ങളുണ്ട്. ഇനി ഈ ലൈറ്റ്, സൺലൈറ്റ് വന്നിട്ട് ഈ പറഞ്ഞ വാട്ടർ ഡ്രോപ്ലെറ്റിലേക്ക് കയറുന്ന സമയത്ത് ഇവിടെ ഞാൻ 1 നിട്ട് കണ്ടങ്ങൾ, അവിടെ ഉണ്ടാവുന്ന പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. കാരണം ലൈറ്റ് വരുന്നത് എയർന്ന, ലൈറ്റ് കയറുന്നത് എങ്ങട്ടാ? വാട്ടറിലേക്കാ, ജലത്തിലേക്കാ, H2O അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ മീഡിയം മാറിക്കഴിഞ്ഞാൽ, മാധ്യമം മാറിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന പ്രതിഭാസമാണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. ഇനി ആ ലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് എവിടെ തട്ടും? ഈ വാട്ടർ ഡ്രോപ്ലെറ്റിന്റെ ഉള്ളിൽ തട്ടും. തട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് ലൈറ്റ്സ് പുറത്തേക്ക് പോകും. പക്ഷെ ബാക്കിയുള്ള ലൈറ്റ് എന്ത് ചെയ്യും? റിട്ടേൺ അടിച്ച് തിരിച്ചു വരും, അതായത് റിഫ്ലക്ട് ചെയ്ത് വരും. അങ്ങനെയെങ്കിൽ ഈ 2 നിട്ട ഭാഗത്ത് വിളിക്കുന്ന പേരാണ് ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആന്തര പ്രതിപതനം. ചില ആളുകൾ അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. അവിടെ ടോട്ടൽ ഒരിക്കലും നടക്കില്ല, കാരണം കുറച്ച് ലൈറ്റ്സ് പുറത്തേക്ക് പോകുന്നുണ്ട്, ബാക്കിയുള്ള ലൈറ്റ്സ് തിരിച്ചു വരുന്നുള്ളൂ. സോ ഈ രണ്ടാമത്തെ ഭാഗത്ത് നടക്കുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആന്തര പ്രതിപതനം. ഇനി ഈ ലൈറ്റ് ഇപ്പൊ നിൽക്കുന്നത് വാട്ടറിലാണ്. ഇനി ഇത് എങ്ങോട്ടേക്ക് വരണം? എയറിലേക്ക്. ഓട്ടോമാറ്റിക്കലി ലൈറ്റ് എന്ത് ചെയ്യും? എയറിലേക്ക് തിരിച്ചു വരും. സോ ദിസ് വിൽ ബി റെഡ്, ഇതായിരിക്കും വയലറ്റ്. ഇനി ഇവിടെ ഞാൻ 3 എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നടന്ന പ്രതിഭാസം എന്ത് തന്നെയാണ്? റിഫ്രാക്ഷൻ ആണ്. കാരണം വാട്ടറിന്ന് ലൈറ്റ് എങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണ്? എയറിലേക്ക് തിരിച്ചു വരികയാണ്. പറഞ്ഞതിന്റെ അർത്ഥം ഈ റെയിൻബോയിൽ ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഇതാ, ഈ ഒരു ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. അത് 1 2 വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ ആ കാര്യമായിട്ട് നിങ്ങൾ ഒന്ന് പഠിക്കുക. ആ ചിത്രമാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. കാരണം ഒരു ഡ്രോപ്ലെറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡ്രോപ്ലെറ്റിൽ ആദ്യം സൺലൈറ്റ് വരും. സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. താഴെ വയലറ്റ്, മുകളിൽ റെഡ്. ഇനി അത് അവിടെ പോയി തട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്ത് വരും. റിട്ടേൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ലൈക്ക് ദിസ് ഏകദേശം എങ്ങനെ ഉണ്ടാവും? പക്ഷെ ഇവിടെ അറിയേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, ഒരു റെയിൻബോ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും 3 കാര്യങ്ങൾ അവിടെ നടക്കണം, അല്ലെങ്കിൽ 3 പ്രതിഭാസം നടക്കണം. അവിടെ 2 റിഫ്രാക്ഷനും ഉണ്ടാവണം, ഒരു ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവണം. പഠിച്ചോ? അങ്ങനെ തന്നെ പഠിച്ചോ. 2 റിഫ്രാക്ഷനും ഒരു ഇന്റേണൽ റിഫ്ലക്ഷനും ഇല്ലെങ്കിൽ എന്ത് ഫോം ചെയ്യൂല? റെയിൻബോ എന്ന് പറഞ്ഞ ഒരാൾ ഫോം ചെയ്യൂല. അപ്പോ പ്രിസം എന്താന്നുള്ളത് പഠിക്കുക. പ്രിസത്തിന്റെ അതേ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് എന്ത്? ഈ പറഞ്ഞ റെയിൻബോ. ജസ്റ്റ് ഉള്ള മാറ്റങ്ങൾ എന്താണ്? അവിടെ പ്രിസാണ്, ഇവിടെ വാട്ടർ ഡ്രോപ്ലെറ്റ് ആണ്. ഇതിന്റെ 2ന്റെയും ചിത്രങ്ങൾ ഞാൻ വീണ്ടും പറയാം, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെങ്കിൽ വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഏകദേശം കഴിഞ്ഞ ഓണം എക്സാമിനും ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, പല ചോദ്യ പേപ്പറിലും ഈ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രാവശ്യത്തെ ഓണം എക്സാമിന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നുള്ളത്. ആലോചിച്ച് നോക്കുക. സൂര്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ നമുക്ക് ലൈറ്റ് മാത്രമാണ് കിട്ടുന്നത്? ഒരിക്കലുമല്ല. ഈ സൂര്യനാണ് നമുക്ക് ചൂട് തരുന്നത്. ഈ സൂര്യനിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത്. സൂര്യനിൽ നിന്നാണ് വെളിച്ചം കിട്ടുന്നത്. അതായത് വെളിച്ചം തരുന്ന ആളല്ല വൈറ്റമിൻ തരുന്നത്, വൈറ്റമിൻ തരുന്ന ആളല്ല ഹീറ്റ് അല്ലെങ്കിൽ ചൂട് തരുന്നത്. ഇതിനൊക്കെ ഓരോരോ ആളുകളുണ്ട്. ഓട്ടോമാറ്റിക്കലി സൂര്യനിൽ നിന്ന് ലൈറ്റ് തരുന്ന ഒരു ഏരിയക്ക് വിളിക്കുന്നത് അല്ലെങ്കിൽ മേഖലയ്ക്ക് വിളിക്കുന്ന പേരാണ് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യപ്രകാശം. പക്ഷേ ഇതേ സൂര്യൻ നിന്ന് വൈറ്റമിൻ ഡി തരുന്ന ആളാണ് അൾട്രാവയലറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി ഇതേ സൂര്യനിൽ നിന്ന് ഹീറ്റ് തരുന്ന ആളാണ് ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അതായത് സൂര്യൻ ഒരുപാട് റേഡിയേഷൻസ് വരുന്നുണ്ട്. ആ റേഡിയേഷൻസ് ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് എക്സാമിന് വരാൻ പോകുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ എന്താണ് EM സ്പെക്ട്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ അല്ലെങ്കിൽ സോളാർ റേഡിയേഷൻസിന്റെ ദ ഓർഡർലി ഡിസ്ട്രിബ്യൂഷണൽ അറേഞ്ച്മെന്റ്, അതായത് ക്രമമായ വിതരണത്തെ വിളിക്കുന്ന പേരാണ് വൈദ്യുതകാന്തിക സ്പെക്ട്രം അല്ലെങ്കിൽ EM സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇവിടെ എക്സാമിന് ആദ്യമായിട്ട് വരുന്ന ചോദ്യം ആരൊക്കെയാണ് EM സ്പെക്ട്രത്തിൽ ഉള്ളത് എന്ന്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഉള്ളത് ഗാമറേ, രണ്ടാമത് എക്സ്റേ, കേട്ടിട്ടുണ്ടാവും അല്ലെ? പല ആളുകളും എക്സ്റേ എടുത്ത ആളുകളാണ്. തേർഡ് വൺ ഈസ് അൾട്രാ വയലറ്റ്,
നാലാമത്തത് വിസിബിൾ ലൈറ്റ് ആണ്, അഞ്ചാമത്തത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്, ആറാമത്തത് റേഡിയോ വേവ് ആണ്. ഇതിൽ ഒരാളോട് ഉണ്ട് മൈക്രോപ്പ്, ഇതിലില്ലാത്തതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടും 6 ആളുകളുണ്ട്. ഇനി ഇത് എക്സാമിന് ചോദിക്കുന്നത് 2 രൂപത്തിലാണ്. ഇവിടെ ഇത് എഴുതി നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ വേവ് ലെങ്ത് കുറവാ, ആയത് ഗാമാറയുടെ. പക്ഷെ അത് എക്സ്റേക്ക് വരുന്ന സമയത്ത് അതിന്റെ തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് ഒന്നുകൂടെ കൂടും. അത് കൂടി 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 ഏറ്റവും വേവ് ലെങ്ത് കൂടിയ ആളാണ് ആര്? റേഡിയോ വേവ്. അപ്പൊ ഇത് ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തന്ന ഈ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കുറഞ്ഞോടത്ത് നിങ്ങട്ടാ കൂടിയോടത്തേക്ക്, അതായത് ഡിക്രീസിങ് ഓർഡർ നിങ്ങട്ടാ ഇൻക്രീസിങ് ഓർഡറിലേക്കാണ്. ഏറ്റവും വേവ് ലെങ്ത് കുറവായിരിക്കാം ഗാമാറേക്കാണ്, ഏറ്റവും വേവ് ലെങ്ത് കൂടുതൽ ഏതിനാ? റേഡിയോ വേവിനാണ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിക്കുക, രണ്ടും കൂടെ പഠിച്ചിട്ട് എന്ത് ചെയ്യരുത്? മിക്സ് ചെയ്യരുത്. നിങ്ങൾ ആദ്യം തന്നെ പഠിക്കുക, ഞാൻ പഠിക്കുന്നത് വേവ് ലെങ്ത് കുറഞ്ഞോടത്ത് നിങ്ങട്ടാ കൂടിയോടത്തേക്ക്, ഡിക്രീസിങ് നിങ്ങട്ടാ ഇൻക്രീസിംഗിലേക്കാണ്. അപ്പൊ ഡിക്രീസിംഗിൽ നിന്ന് ഇൻക്രീസിലേക്ക് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് വൺ ആരാ? ഗാമ റേ, സെക്കൻഡ് വൺ ഈസ് എക്സ്റേ, തേർഡ് ആരാ? അൾട്രാ വയലറ്റ്, ഫോർത്ത് ആരാ? വിസിബിൾ ലൈറ്റ്, ഫിഫ്ത്ത് ആരാ? ഇൻഫ്രാറെഡ്, സിക്സ്ത് ആരാ? റേഡിയോ വേവ്. ഇങ്ങനെ 6 ആൾക്കാരല്ലേ നിങ്ങൾ പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഗാമക്ക് വേവ് ലെങ്ത് കുറവാണ്, കുറഞ്ഞോടത്ത് നെങ്ങട്ടാ പോണത്? വേവ് ലെങ്ത് കൂടിയോടത്ത് കാണും അല്ലെ? ഇനി ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പപ്പണി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ എക്സാമിന് തിരിച്ചു ചോദിക്കുകയാണെന്ന് കൂട്ടിക്കോ, അതായത് കൂടിയോടത്തുനിന്ന് കുറഞ്ഞോടത്ത് എഴുതാൻ പറയുകയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇത് എഴുതിയിട്ട് നേരെ തിരിച്ചിട്ടാ പോരെ. ഇപ്പൊ രണ്ടും കൂടെ പഠിച്ച് കൺഫ്യൂസ്ഡ് ആവണ്ട, ഇത് പഠിച്ചാൽ മതി. ഇനി ഇത് പഠിക്കാനുള്ള എളുപ്പപ്പണി ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ആരുള്ളത്? ഗാമ. ഗാമനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരണം ആരാ? വാസ്കോഡ ഗാമ അല്ലെ? ആദ്യമായിട്ട് ഈ പറഞ്ഞ കോഴിക്കോട് വന്ന് കപ്പലിറങ്ങിയ പോർച്ചുഗീസുകാരാണ് വാസ്കോഡ ഗാമ. ആ വാസ്കോഡ ഗാമയുടെ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ട് എടുക്കുക, അങ്ങനെ അങ്ങോട്ടൊന്നും പോണ്ട, എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ട് എടുക്കുക. അപ്പൊ വാസ്കോഡ ഗാമയുടെ ഏത് ഗേൾ ഫ്രണ്ട്? എക്സ് ഗേൾ ഫ്രണ്ട്. 34 പോവാണ്. 34 എപ്പോഴറിയാം നിങ്ങൾ പോണത്? ഉച്ചവെയിലത്ത്. ആ ഉച്ചവെയിലത്തിന്റെ ഉച്ചവെയിലത്ത്, അതാണ് UV. അപ്പൊ വാസ്കോഡ ഗാമയുടെ എക്സ്റേ എന്ന് പറഞ്ഞ എക്സ് ഗേൾ ഫ്രണ്ട്, അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടണം? എക്സ്റേ എന്ന് കിട്ടണം. ഉച്ചവെയിലത്ത് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടണം? അൾട്രാ വയലറ്റ്, UV. ഇനി എന്തിലാ പോണത്? വിമാനത്തില്, ദാറ്റ് ഈസ് VI, വിമാനത്തിന്റെ VI. അപ്പൊ VI എന്ന് പറഞ്ഞാൽ എന്താ? വിസിബിൾ ലൈറ്റ് ആണ്. എങ്ങട്ടാ പോണത്? ഇറാഖിലേക്ക്. ഇറാഖിന്റെ IR എന്താ? ഇൻഫ്രാറെഡ്. ആരെപ്പോഴാ പോണത്? റഷീദ് ഖാന്റെ ഒപ്പം. അപ്പൊ റഷീദ് ഖാന്റെ എന്താ? റേഡിയോ. നിങ്ങൾ പഠിക്കേണ്ട എന്താ? EM സ്പെക്ട്രം എന്ന് കേട്ടാൽ എങ്ങനെ? വാസ്കോഡ ഗാമയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ഉച്ചവെയിലത്ത് വിമാനത്തില് എങ്ങട്ട്? ഇറാഖിക്ക്. ആരപ്പം? റഷീദ് ഖാനൊപ്പം പോയി. വാസ്കോഡ ഗാമയുടെ എന്ന് പറയുമ്പോൾ ഗാമാറെ, എക്സ് ഗേൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എക്സ്റേ, ഉച്ചവെയിലത്ത് എന്ന് പറയുമ്പോൾ UV അൾട്രാ വയലറ്റ്, വിമാനത്തിൽ എന്ന് പറയുമ്പോൾ വിസിബിള്, ഇൻഫ്രാറെഡ് എന്ന് പറയുകയാണെങ്കിൽ ഇറാഖിലേക്ക് എന്ന് പറയുമ്പോൾ ഇൻഫ്രാറെഡ്, IR, റഷീദ് ഖാന്റെ എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയോ വേവ്. ഇത് നേരെ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചെഴുതിയാൽ പോരെ. ആൻഡ് ഇതുവരെയാണ് നിങ്ങളുടെ ഓണം എക്സാമിന് ഈ പറഞ്ഞ 3rd ചാപ്റ്റർ എന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. റിസ ഇമ്പോർട്ടന്റ് ആണ്, റെയിൻബോ ഇമ്പോർട്ടന്റ് ആണ്, ഈ പറഞ്ഞ EM സ്പെക്ട്രം ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഒരു കാര്യം കൂടെ, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വാക്വത്തിലൂടെ ട്രാവൽ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ എർത്തിലേക്ക് കിടക്കുന്നത് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നത്. അപ്പൊ ഈ വാക്വത്തിലൂടെ ഇതിന് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് ഉണ്ട്. ആ സ്പീഡാണ് എന്ത്? 3 × 10⁸8 m/s. ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, ദെൻ ഇതിന്റെ മുന്നേയുള്ള ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഞാൻ പറഞ്ഞ 2.25 അല്ലെങ്കിൽ 2.5 ചാപ്റ്റർ ആണ്. EM സ്പെക്ട്രം വരെയാണ് നിങ്ങളുടെ ഓണം എക്സാമിന്റെ 40 മാർക്കിന് ചോദിക്കാൻ പോകുന്നത്. ഓൾറെഡി ഫസ്റ്റ് വണ്ണിന്റെ ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 3rd ചാപ്റ്റർ ഓണം പോർഷൻ വരെയുള്ളതും വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, ദെൻ താങ്ക് യു വെരി മച്ച്.